കേരളത്തിലെ കിടപ്പ് രോഗികളായ എല്ലാവർക്കും പരിചരണം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ്. പാലിയേറ്റീവ് കെയർ ഗ്രിഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലിയേറ്റീവ് കെയർ ഗ്രിഡ് സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ കിടപ്പ് രോഗികളായവർക്ക് കൃത്യമായ പരിചരണം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെയും പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകരുടെയും പിന്തുണയോടെ പാലിയേറ്റീവ് രോഗികൾക്ക് പരിചരണം ഉറപ്പാക്കുന്ന പദ്ധതിയായ പാലിയേറ്റീവ് കെയർ ഗ്രിഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനൊരു കോൺസെപ്റ്റ് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമ്മൾ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പാലിയേറ്റീവ് നയം 2008 പ്രഖ്യാപിക്കുന്നത്. പിന്നീട് വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം പരിഗണിച്ച് 2019 നമ്മൾ ആ നയം ഒന്ന് പുതുക്കി കാലോചിതമാക്കി. 2023 ഈ ഗവൺമെൻറ് സമയത്ത് ഈ നയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കർമ്മ പദ്ധതി അവതരിപ്പിച്ചു. അതിൻ്റെ ഒരു അടുത്ത ഘട്ടമായിട്ടാണ് ഇപ്പോൾ ഈ ഗ്രിഡ് സംവിധാനം വരുന്നത്. ഇവിടെ ഡോക്ടർ മാത്യൂസ് നമ്പേരി അത് വിശദീകരിച്ചു. ഏകദേശം ഒരു വർഷം മുമ്പാണ് നമ്മൾ എൻ്റെ ഓഫീസിലിരുന്ന് തിരുവനന്തപുരത്ത് ഈ സംവിധാനം, കാരണം എറണാകുളത്താണ് നമ്മൾ ആദ്യമായി കോവിഡ് സമയത്ത് ഇത്തരം ടെക്നോളജി ഉപയോഗിച്ചുള്ള ഓരോ പ്രവർത്തനം നടത്തിയത്. അപ്പോൾ അതാണ് ഇപ്പോൾ കുറേ കൂടി ഒരു മൂർത്തമായ രൂപത്തിൽ വരുന്നത്. ജൂൺ 28-ന് കളമശ്ശേരി രാജഗിരി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. യോഗത്തിൽ മന്ത്രി പി രാജീവിനെ ചെയർമാനാക്കിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരെ മുഖ്യ രക്ഷാധികാരികളാക്കിയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ എന്നിവരെ രക്ഷാധികാരികളാക്കിയും സ്വാഗത സംഘത്തിന് രൂപം നൽകി. നിലവിൽ പാലിയേറ്റീവ് മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനകളെ ഏകോപിപ്പിക്കുന്നതാണ് പുതിയ സംവിധാനം. മറ്റ് മാനദണ്ഡങ്ങൾ ഏതുമില്ലാതെ കേരളത്തിൽ ജീവിക്കുന്ന പാലിയേറ്റീവ് രോഗികളായ എല്ലാവർക്കും പരിചരണം ലഭ്യമാക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. കളക്ടറേറ്റ് ട്രെയിനിംഗ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ജില്ലാ കളക്ടർ NSK ഉമേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി KG ജോയ്, പാലിയേറ്റീവ് കെയർ ഗ്രിഡ് സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ മാത്യൂസ് നമ്പേലിൽ എന്നിവർ പങ്കെടുത്തു. വ്യവസായ മന്ത്രി രാജീവ് സാർ, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റെല്ലാ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, റെസിഡൻസ് അസോസിയേഷൻ അടക്കമുള്ള വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ, നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി ആയിട്ട് വെച്ചിട്ടുള്ള പാലിയേറ്റീവ് കെയർ രംഗത്ത് ഒരു പാലിയേറ്റീവ് കെയർ ഗ്രിഡ് ഒന്ന് രൂപീകരിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും LSGയും ഒരു വണ്ടർഫുൾ സ്കീം, ഒരു സിംഗിൾ പോയിന്റ് വിച്ച് ക്യാൻ മോണിറ്റർ പാലിയേറ്റീവ്. വിവിധ മേഖലകളിൽ, വിവിധ രംഗങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിലാണ് പാലിയേറ്റീവ് കെയർ നടക്കുന്നത്. പ്രൈവറ്റ് ഉണ്ട്, NGOs, പബ്ലിക്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ദെൻ ആയുർവേദ, പല ടൈപ്സ് ഓഫ് പാലിയേറ്റീവ് കെയർ ആണ് നമ്മുടെ സംസ്ഥാനത്ത് പേഷ്യൻസിനും ഇതുപോലെ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഒരു ഏകീകൃതമായിട്ട് ഒരു കോർഡിനേറ്റഡ് മെഷറാണ് ഈ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.